ഉലകനായകൻ കമലഹാസൻ DMKയുടെ സപ്പോർട്ടിൽ രാജ്യസഭയിലേക്ക് പോകുന്നു. കമലഹാസൻ രാജ്യസഭയിൽ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പലർക്കും മുട്ടിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ആർക്കൊക്കെ മുട്ടിടിക്കുന്നു, എന്തിനാണ് മുട്ടിടിക്കുന്നത്, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയം പോലെയല്ല തമിഴ്നാട് രാഷ്ട്രീയം എന്ന് ആലോചിക്കണം. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് ഏറ്റവും ശക്തമായ വേരുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവിടെയുള്ളതെന്ന് ആലോചിക്കണം. മറ്റുള്ളവരെ പോലെ അന്ധവിശ്വാസികളായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നവർ. അവിടുത്തെ കവികളായാലും എഴുത്തുകാരായാലും രാഷ്ട്രീയക്കാരായാലും സിനിമാ നടന്മാരായാലും എല്ലാം ഈ ദ്രാവിഡീയ കാഴ്ചപ്പാടുള്ളവരായിരുന്നു ആലോചിക്കണം. അപ്പോൾ നമുക്ക് മുമ്പ് ഇപ്പോൾ കരുണാനിധിയുടെ മകൻ സ്റ്റാലിനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. പിന്നെ ആരിക്കയിൽ MGR മുഖ്യമന്ത്രിയായിരുന്നു, കരുണാനിധി മുഖ്യമന്ത്രിയായും ജയലളിത മുഖ്യമന്ത്രിയായിരുന്നു, VN ജാനകി മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്തെല്ലാം ശ്രേണികളിലുണ്ടായിരുന്നു. ആശയപ്രചരണമായിരുന്നു അവർക്കൊന്ന് ആലോചിക്കണം. സിനിമ ഭ്രാന്തിളകിയൊരു ജനതയായിരുന്നു അവിടെയുള്ളത്. സ്ത്രീകളും കുട്ടികളും അടക്കം പകലൊക്കെ നമ്മൾക്ക് ജോലിക്ക് പോകുന്ന പോലെ സിനിമ കാണാൻ പോകുന്ന അത്രയ്ക്കും വേറിളി പിടിച്ചവരെന്ന്, അത്രയും സിനിമയെ സ്നേഹിച്ചവർ, ആരാധിച്ചവർ, അതിലൂടെ പറയുന്ന രാഷ്ട്രീയം, അതിലൂടെ പറയുന്ന ഭരണം, ഇതൊക്കെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നത്. കോൺഗ്രസ്സിന് ഭരണം നഷ്ടപ്പെട്ടവിടെ പിന്നെ വേറൊരു പാർട്ടിയെയും അവിടെ അധികാരത്തിലേറ്റാൻ സഹായിച്ചിട്ടില്ല എന്നായിരിക്കണം. DMK തന്നെ ADMK തന്നെ വന്നെങ്കിലും ഒരിക്കലും BJPക്ക് അവിടെ കടന്നു വരാൻ കൊടുത്തിട്ടില്ല എന്നാലോചിക്കണം. അതേസമയം ഈ വൻ മരങ്ങൾ വീണതിന് ശേഷം തമിഴ്നാട് രാഷ്ട്രീയം ആര് ഭരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. പലരും വന്നെങ്കിലും സ്റ്റാലിനാണ് നിറക്ക് വീണതെന്ന് ആലോചിക്കണം. സ്റ്റാലിൻ ഭരണകാലം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഭരണകാലമാണെന്ന് ആലോചിക്കണം. കാരണം എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി. ആ സ്റ്റാലിൻ പോലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗുരുവായി സ്വീകരിച്ചിട്ടാണ് ഭരിക്കുന്ന ആലോചിക്കണം. നല്ല വാക്കുകളെ അവർക്ക് പറയാനുള്ളൂ. നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ പോലും അവരടക്കമുള്ളവർ പറയുന്നത് ഭരണം കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടുപഠിക്കൂ എന്നുള്ളതാണ്. അങ്ങനെ പോകുമ്പോഴും അവിടെ യുവ തുർക്കികൾ വരുന്നു. നടൻ വിജയ് പാർട്ടി ഉണ്ടാക്കുന്നു, മത്സരിക്കാൻ പോകുന്നു. അതിനു മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ രജനീകാന്ത് പാർട്ടി ഉണ്ടാക്കും എന്ന് പറഞ്ഞ അവസാനം ഇപ്പം വേണ്ട എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു. ശിവാജി ഗണേശൻ പാർട്ടി ഉണ്ടാക്കിയും രക്ഷപ്പെട്ടില്ല എന്നായിരിക്കണം. അപ്പോൾ സിനിമാ താരങ്ങൾ കുറേ വന്നുപോയി. അതിൽ വിജയിച്ച് ജയലളിത മാത്രമാണെന്ന് ആലോചിക്കണം. അതും MGRൻ്റെ സഹായം ഉള്ളതുകൊണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ കമലഹാസനും തോന്നി തൻ്റെ സിനിമകൾ മാത്രം പോരാ, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറഞ്ഞാൽ മാത്രം പോരാ, ജനങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ, ജനങ്ങൾക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ അധികാരം വേണം, പവർ വേണം. പവർ ഉണ്ടാവണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം. രാഷ്ട്രീയ പാർട്ടികളിലൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് അധികാരം പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 2018 മക്കൾ നീതി മയ്യം എന്നൊരു പാർട്ടി ഉണ്ടാക്കി. തമിഴ്നാട് മക്കൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനം. വെറുതെ ഒരു പാർട്ടിയല്ല. കമലഹാസൻ എന്നുള്ള വ്യക്തിക്ക് ചില ഗുണങ്ങളുണ്ടെന്നാലേ. ഒന്നാമത്, കമലഹാസൻ നിരീശ്വരവാദിയാണ്. ജനങ്ങളിലാണ് വിശ്വാസം. നിരീശ്വരവാദിയാണ് താനെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്ന ആലോചിക്കണം. അദ്ദേഹത്തിന് വിവാഹത്തിൽ വിശ്വാസമില്ല ഒരു മനുഷ്യനായിരുന്നു. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുക, വിശ്വാസം നഷ്ടപ്പെട്ട് പിരിഞ്ഞു പോകുക, ആ രീതിയിലൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആദ്യം വാണിയെ വിവാഹം കഴിച്ചു. മലയാളിയായ വാണി നർത്തകിയെ കല്യാണം കഴിച്ചു. പിന്നെ അത് ബന്ധം ശിഥിലമായി പോയി. പിന്നീട് സരിക നടിയെയാണ് വിവാഹം കഴിച്ചത്. വിവാഹമായിട്ടില്ല, അവർ ഒരുമിച്ച് താമസിച്ച് 2 മക്കൾ പിറന്നു എന്നാലോചിക്കണം. ആ 2 മക്കളും സിനിമാ നടികളാണ്. പിന്നെ ഈ കുറേ കാലം കഴിഞ്ഞപ്പോൾ 2 പേരും വിവാഹം മോചിതരായി എന്നാലോചിക്കണം.
ഇപ്പോഴും താൻ മരിച്ച് പറഞ്ഞത് എന്താ, തൻ്റെ മക്കളോടും പറഞ്ഞിരിക്കുന്നത് തൻ്റെ മരിച്ചാൽ മൃതശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കണം, കണ്ണുകളും എല്ലാം എല്ലാം ദാനം ചെയ്യണം. അത് കുറേ ഒരു പരിധിവരെ മക്കളും സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് ആലോചിക്കണം. ഇങ്ങനെ ജീവിതത്തിൽ ചില നിശ്ചയദാർഢ്യങ്ങളുള്ളൊരു നടൻ, ആ നടനായിരിക്കെ തന്നെ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർക്ക് നഷ്ടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കമലഹാസൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണെങ്കിലോ കേരളമാണ് മാതൃഭൂമി, തമിഴ്നാടാണെങ്കിലും തൻ്റെ രണ്ടാമത്തെ വീട് കേരളമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ നടനാണ്. ഇവിടെ EMSൻ്റെ പേരും പിണറായി വിജയൻ്റെ പേരും എന്ന് പറഞ്ഞാൽ നെഞ്ചോട് പച്ച കുത്തി നടക്കുന്ന പോലെയാണ്. അത്രയ്ക്കും ആരാധനയാണെന്ന് ആലോചിക്കണം. EMSൻ്റെ പേര് കൊണ്ടാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതെന്ന് ആലോചിക്കണം. ഇവിടെ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്താങ്ങിക്കൊണ്ട് അത്ര ശക്തമായി നിൽക്കുന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് കമലഹാസൻ തനിച്ച് മത്സരിച്ചത്, എന്താ ഒരു ഘടകകക്ഷിയോട് കൂടാതെ നിന്നത്? അപ്പോൾ അതിന് മറുപടി ഉണ്ടായിരുന്നു. കമലഹാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ പാർട്ടി എൻ്റെ നയപരിപാടികൾ പറഞ്ഞുകൊണ്ട് അത് കേട്ടുകൊണ്ട് എത്ര പേർ എൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യും, 10 വോട്ട് കിട്ടിയാലും ആ 10 പേർ എൻ്റെ നയങ്ങൾ സ്വീകരിക്കുന്നവരാണ്. 100 വോട്ട് കിട്ടിയാൽ എൻ്റെ പാർട്ടിയോട് 100 പേർക്ക് സഹകരണമുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടിയാണ് തനിച്ച് മത്സരിച്ചത്. ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല എന്നും ഒരു സീറ്റ് കിട്ടില്ല എന്ന് എനിക്കറിയാം. ഏതെങ്കിലും ഘടകകക്ഷിയോട് ചേർന്ന് ഇനി സീറ്റ് കിട്ടാമായിരുന്നു, ഭരിക്കാമായിരുന്നു. അതല്ല, എന്നോടൊപ്പം നിൽക്കാൻ, എൻ്റെ നയപരിപാടികൾ സ്വീകരിക്കാൻ എത്ര പേര് ഉണ്ട് എന്നറിയുന്നതാണ്. ആ രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്. അല്ലാതെ മറ്റു ചില പോലെ പാർട്ടി പിളരുക, ഏതെങ്കിലും മുന്നണി പോവുക, മത്സരിക്കുക, അധികാരം കിട്ടുക, മന്ത്രിയാവുക, ഇതൊന്നും കമലഹാസൻ്റെ ഭാഗത്തുണ്ടായില്ല. കമലഹാസന് വേണമെങ്കിൽ അങ്ങനെ ആകാമായിരുന്നു ആലോചിക്കണം. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കമലഹാസൻ്റെ പാർട്ടി മത്സരിച്ചില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നു ആലോചിക്കണം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നിട്ട് ജാഥയിൽ നടന്നിരുന്നാലും പ്രവർത്തിച്ചിരുന്നു ആലോചിക്കണം. അങ്ങനെ തമിഴ്നാട്ടിൽ പിന്നെ തനിച്ച് മത്സരിക്കാതെ നിന്നു. ആ മത്സരിക്കാതെ നിന്ന് ഇന്ത്യ മുന്നണിക്ക് ശക്തി കൊടുത്തപ്പോൾ, DMKയുമായിട്ടുള്ള ബന്ധം വന്നപ്പോൾ അവസാനം സ്റ്റാലിനാണ് തീരുമാനമെടുത്തത്. കമലഹാസനെ പോലുള്ള ഒരു മാന്യ വ്യക്തി ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കേണ്ടവനല്ല. അദ്ദേഹത്തെ രാജ്യസഭയിൽ ഒഴിവ് വന്നപ്പോൾ അയക്കുമെന്ന തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ചിലരൊക്കെ മുട്ടിടിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അധികാരം ഇല്ലാത്ത കമലഹാസൻ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അധികാരമുണ്ടാകുന്ന കമലഹാസൻ എങ്ങനെയായിരിക്കും? ഈ ചോദ്യം, ഈ ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ആലോചിക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്ന വിജയ് എവിടെ നിൽക്കുമെന്നുള്ളതാണ്. വിജയിൻ്റെ കാര്യം എടുത്താലും കമലഹാസൻ്റെ രണ്ടും 2 റൂട്ടാണെന്ന് ആലോചിക്കണം. MGRൻ്റെ രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് വിജയ് എങ്കിൽ, കരുണാനിധിയുടെ സ്റ്റൈലിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കമലഹാസൻ എന്ന് ആലോചിക്കണം. അപ്പോൾ 2 പേർക്കും മാതൃകകളുണ്ടെന്ന് ആലോചിക്കണം. വിജയെ സംബന്ധിച്ച് പല മൈനസ് പോയിന്റുകളും കടന്നുകൂടിയിട്ടുണ്ട്. അയാളുടെ കുറ്റം കൊണ്ടല്ല എന്ന് ആലോചിക്കണം. BJPയുടെ നോട്ടപ്പുള്ളി തന്നെയാണ് വിജയ്, BJPയുടെ നോട്ടപ്പുള്ളി തന്നെയാണ് കമലഹാസൻ, BJPയുടെ നോട്ടപ്പുള്ളിയാണ് സ്റ്റാലിൻ, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ, വലിയൊരു ഉറപ്പുള്ള ഡാം പോലെ ഒരുമിച്ച് നിൽക്കുമ്പോൾ BJPയെ അവിടേക്ക് അടുപ്പിക്കാനേ പറ്റില്ല എന്ന് പലരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് കൂട്ടാവുന്ന ശക്തരായ മതേതര കക്ഷികളെയും പാർട്ടികളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവിടെ വലിയ മുന്നണിക്ക് രൂപം കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് കമലഹാസന് കൊടുത്തിരിക്കുന്ന രാജ്യസഭാ സ്ഥാനമെന്ന് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ ശക്തമാകും. തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ എവിടെയൊക്കെ BJP കുതിച്ചു കയറാൻ ശ്രമിച്ചാലും തമിഴ്നാട്ടിൽ പ്രവേശനമില്ല എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുമെന്ന് ആലോചിക്കണം. എന്തായാലും കമലഹാസൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എന്തെല്ലാം നടക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ലാൽ സലാം.